ആ നമ്മളിപ്പോ ചർച്ച ചെയ്ത് വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെ പറ്റിയാണ്. ഓരോ ദിവസം കൂടുന്തോറും അടി തിരിച്ചടി എന്നുള്ള രീതിയിൽ യുദ്ധം മൂർധന്യാവസ്ഥയിലും മരണങ്ങൾ കൂടുന്നു, അങ്ങനെ ഓരോന്ന് നടന്നുണ്ട്. ഇപ്പോ അമേരിക്ക ഇറാനെതിരെ ഒരു നിലപാടുമായി വന്നിട്ടുണ്ട്. അതായത് ട്രംപ് പറയുന്നത് ഇറാന്റെ പരമോന്നത നേതാവായ അയ്യത്തുള്ള ഖമനിയെ ഏത് നിമിഷം വേണമെങ്കിലും കൊല്ലാമെന്നും ഇല്ലാതാക്കാൻ സാധിക്കുമെന്നും ട്രംപ് ഒരു നിലപാടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും പതറാതെ ഖമനി ഇസ്രായേലിനെ തിരിച്ചടിക്കാനും എന്താ പറയാ അമേരിക്കയ്ക്കുള്ള അല്ലെങ്കിൽ ട്രംപിനെതിരെയുള്ള നിലപാടിനും ഒന്നും ഭയപ്പെടാതെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏത് സാഹചര്യത്തിലായിരിക്കും ഇത് അവസാനിക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും മുന്നോട്ടുള്ളൊരു ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഏരിയയിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ്. ഒരു 10 കോടിയോളമൊക്കെ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇറാൻ. ശക്തമായ സൈനിക വിന്യാസമുള്ള രാജ്യമാണ് ഇറാൻ. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ 1 കോടിയിൽ താഴെയാണ് ജനങ്ങളുള്ളത്. അപ്പോൾ നേരിട്ടൊരു കരയുദ്ധത്തിലൂടെ ഇസ്രായേലിന് ഒരിക്കലും ഇറാനെ കീഴ്പ്പെടുത്താനായിട്ട് സാധിക്കില്ല. പക്ഷെ ഇവർ തമ്മിലുള്ള പല രാജ്യങ്ങളുടെ അപ്പുറത്താണ് കിടക്കുന്നതുകൊണ്ട് ആകാശയുദ്ധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇറാനെതിരെ അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ ആക്രമണം ഇസ്രായേലിലേക്ക് വന്നിരുന്നു. ഇസ്രായേൽ വളരെ ചെറിയ രാജ്യമായതുകൊണ്ട് അവിടെ വരുന്ന ഓരോ ആക്രമണത്തിനും വളരെയധികം ക്ഷതം ഏൽപ്പിക്കും ഇസ്രായേലിന്. പക്ഷെ അവരെ അയൺ ഡോം സിസ്റ്റം കൊണ്ട് ഇറാൻ അയക്കുന്ന മിസൈലുകൾ പലതും ലക്ഷ്യം കാണാതെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇസ്രായേൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അമേരിക്ക പരസ്യമായിട്ട് ഇസ്രായേലിന് പിന്തുണയായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. പക്ഷെ അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ട്രംപിൻ്റെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരതയുള്ള നിലപാടല്ലാണ്. ട്രംപ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം പുതിയ ആയുധങ്ങൾ അമേരിക്കൻ പണിപ്പുരയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എവിടെയെങ്കിലും ടെസ്റ്റ് ചെയ്യാനോ ഉള്ള സൗകര്യമില്ല. ഏതെങ്കിലും രാജ്യത്ത് ഇത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ ആയുധങ്ങൾ. ഈ ആയുധങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് വിക്ഷേപിച്ച് നോക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഇടണ്ടേ. അതിന് പറ്റുന്നൊരു ചാൻസ് കണ്ടിട്ട് ട്രംപ് ഇതിൽ ഇടപെടുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ഇറാനിൻ്റെ പല സ്ഥലങ്ങളിലും ഇവർ കാലാകാലങ്ങളിൽ എന്താ പറയുക നിർമ്മിച്ചിട്ടുള്ള ആയുധങ്ങൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാനുള്ള സ്ഥലം, ഒരു പരീക്ഷണ യുദ്ധമാണ് അമേരിക്ക ചെയ്യാൻ പോണത്. അത് ഇറാനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യമായ പരിക്കേൽപ്പിക്കുന്നതാണ്. കാരണം അമേരിക്കയുടെ നീക്കം ഒരു മാനസിക ആധിപത്യം ഇസ്രായേലിന് വളരെ അനുകൂലമായിട്ട് വരുന്നു അമേരിക്ക രംഗത്ത് വരികയാണെങ്കിൽ. പക്ഷെ അമേരിക്കയുടെ സ്വഭാവം വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനും അമേരിക്കനെ വിശ്വസിക്കാൻ പറ്റില്ല, മറ്റ് ലോകരാജ്യങ്ങൾക്കും അമേരിക്കനെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക ഏത് സമയം ഓന്തിൻ്റെ പോലെ നിറം മാറുന്നൊരു സ്വഭാവമായിരിക്കും അമേരിക്ക എടുക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ വാക്കുകൾ വർത്തമാനങ്ങൾ നോക്കിയിട്ട് നമ്മൾ യുദ്ധത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഇസ്രായേലിൻ്റെ ഓരോ ഭടനും മരിച്ചു വീഴുന്നത് വീരസ്വർഗം പ്രാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ്. അതുകൊണ്ട് ആയിരക്കണക്കിന് ഇറാൻകാർ കൊല്ലപ്പെട്ടാലും അവരൊക്കെ സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള വിശ്വാസമാണ് ഇറാനിലെ ഭരണ നേതൃത്വത്തിനുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചോളം അവർ ജനസംഖ്യ കുറഞ്ഞ രാജ്യമായതുകൊണ്ട് പരമാവധി അവരുടെ ആളുകൾ കൊല്ലപ്പെടാതിരിക്കുന്ന തരത്തിലുള്ള യുദ്ധമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 2-3 മാസത്തിനുള്ളിൽ ഇറാനിലെ നിലവിലുള്ള ഭരണകൂടത്തെ ഉറപ്പായിട്ട് പുറത്താക്കി അവിടെ ഒരു പുതിയ സർക്കാരിനെ വാഴിക്കുന്നുള്ള ഒരു നീക്കമായിരിക്കും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാനായിട്ട് പോകുന്നത്. നമ്മൾ 1 വർഷം മുന്നേ ഈ ഒരു കാര്യം അന്ന് ഇത്തരം ഒരു സാഹചര്യം വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുകയും ഹിസ്ബുള്ളയും ഹൂതികളും ഇസ്രായേലിനെ ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് അവർക്കുള്ള പിന്തുണ ഉള്ളതുകൊണ്ട് ആ സമയത്ത് നമ്മൾ 1 വർഷം മുന്നേ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഉറപ്പായിട്ട് ഹമാസിനെയും ഹൂതികളെയും ഹിസ്ബുള്ളയും തീർത്ത് കഴിഞ്ഞിട്ട് ഇസ്രായേൽ ഇറാനെതിരെ തിരിയുമെന്നും ഇറാനിലെ ഭരണാധികാരികളെ മുഴുവനും മാറ്റം ചെയ്ത് പുതിയൊരു ഭരണ സംവിധാനം അവിടെ നിലവിൽ വരുത്തുമെന്ന് 1 വർഷം മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു.
ഇപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 2-3 മാസത്തിനുള്ളിൽ ഇറാനിലെ നിലവിലുള്ള ഭരണ സിസ്റ്റത്തിനെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രായേലിന് അനുകൂലമാവുന്ന തരത്തിലൊരു ഭരണാധികാരി ഇറാനിൽ വരികയും അങ്ങനെ ആ ഭാഗം മുഴുവൻ മറ്റേ പറയാ ഗൾഫ് മേഖല മുഴുവൻ ശാന്തമാവുന്ന അവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇറാൻ അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഇസ്രായേലിലും ആ പ്രദേശത്തും സമാധാനം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ലോകരാജ്യങ്ങളും ഇറാന് ചുറ്റും സൗദി, ബഹ്റിൻ, അതുപോലെ UAE പോലെയുള്ള രാജ്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന്. അവർ പരസ്യമായിട്ട് ഇസ്രായേലിനെതിരെ സപ്പോർട്ട് ഇങ്ങനെ പരസ്യമായിട്ട് എതിർക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിലെല്ലാം അവരുടെ ഉള്ളിലുള്ള അവിടെയുള്ള ഭരണാധികാരികളുടെയും ജനങ്ങളുടെ ഉള്ളിലുള്ള ഇറാനിൻ്റെ ഇന്ന് നിലനിൽക്കുന്ന ഭരണകൂടം അവിടെ നിന്ന് മാറിപ്പോയി പുതിയൊരു ഭരണാധികാരികൾ അവിടെ വരണമെന്ന് അവരും ആഗ്രഹിക്കുന്നത് അതാണ്. പരസ്യമായിട്ട് അവർ പറയുന്നുണ്ടെങ്കിൽ രഹസ്യമായി അവർ ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പോൾ ആ ഗൾഫ് മേഖലയിലെ മുഴുവൻ ജനങ്ങളുടെ മനസ്സിലും ഒരു പൂർണ്ണമായിട്ട് ഒരു ഉത്തരമുണ്ട്. കാരണം ഇറാനിലെ ഭരണാധികാരി നിലവിലുള്ള ഭരണാധികാരികൾ മാറി പുതിയ ഭരണം സ്ഥാപിക്കും എന്നൊരു കാഴ്ചപ്പാട് അവിടുത്തെ ജനങ്ങളുടെ ഉള്ളിലുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും കഥ അറിയാതെ ആട്ടം കാണുന്ന അവസ്ഥയാണ്. നമ്മളുടെ നാട്ടിൽ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പരസ്യമായിട്ട് ഇസ്രായേലിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ, കാരണം ഈ യുദ്ധം ഉണ്ടാവാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു ദിവസത്തിൽ സുപ്രഭാതത്തിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കല്ലേ ഉണ്ടായിരുന്നു. കാരണം സൗദി അറേബ്യയും യമനും ഗൾഫ് രാജ്യങ്ങളെല്ലാമായി ഇസ്രായേൽ വളരെ നല്ല സൗഹൃദത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹമാസിൻ്റെ ഇസ്രായേലിലുള്ള ആക്രമണം, ഹിസ്ബുള്ള, ഹൂതികളെല്ലാം ഇസ്രായേലിനെ ആക്രമിക്കും. ഇറാൻ ശക്തമായി അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ബാക്കിയാണ് ഇന്നീ കാണുന്ന അവസ്ഥ. അപ്പോൾ ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുമെന്നും മുഴുവൻ യഹൂദരെയും കൊന്നെടുക്കുമെന്നും എന്ന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായ ഇറാൻ അണുവായുധം കൈക്കലാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇസ്രായേലിൽ നിന്ന് രാജ്യത്തിൻ്റെ പൊടി പോലും പിന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഈ അവസ്ഥയിൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ പിന്തുണച്ചുകൊണ്ടാണ് G7 അതുപോലെ ലോകത്തുള്ള ഭൂരിപക്ഷം രാജ്യങ്ങളും പരസ്യമായിട്ട് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നെങ്കിലും മൗനമായി അവർ ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരു രാജ്യങ്ങളുമില്ല. ചൈനയും റഷ്യയും ഒക്കെ വാക്കാലെ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആയുധ സഹായമോ സാമ്പത്തിക സഹായവുമായി പരസ്യമായിട്ട് ഒരു രാജ്യവും രംഗത്ത് വരുന്നില്ല. കാരണം എല്ലാ രാജ്യങ്ങൾക്കും അറിയാമെന്ന് ആ മേഖലയിൽ ശാന്തമായി സമാധാനം വരണമെങ്കിൽ ഇറാനിലെ ഭരണാധികാരികൾ മാറുകയും അവിടെ അണുവായുധം നിർമ്മിക്കാനുള്ള ആഗ്രഹം അത് അവസാനിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ആ മേഖല ശാന്തമായി മാറുകയുള്ളൂ. അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ 2-3 മാസം കൊണ്ട് അടുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുക. കാരണം അയത്തുള്ള ഖമനി ഇറാനും അവിടുത്തെ വിപ്ലവ സേനയുമൊക്കെ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയാലും ആ പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പിലാവാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഇപ്പം നമുക്ക് കാണുന്നത്. കാരണം ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം ചെറിയ രാജ്യമല്ല, വളരെയധികം ആയുധശേഷിയുള്ള രാജ്യമാണ്. ശക്തമായ സൈന്യമുണ്ട്, മിസൈൽ ശേഖരമുണ്ട്. പക്ഷേ ഇസ്രായേലും അമേരിക്കയുടെ മാനസികമായ പിന്തുണയും മറ്റ് രാജ്യങ്ങളുടെ മാനസിക സപ്പോർട്ടും ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇസ്രായേലിന് അനുകൂലമായി കാര്യങ്ങൾ മറിയാനാണ് സാധ്യത. കാരണം ഇറാന് സ്വാഭാവികമായിട്ട് 2 ഓപ്ഷനാണ് മുന്നിലുള്ളത്. ഒന്നില്ലെങ്കിൽ ഇറാൻ എന്നൊരു രാജ്യം നിലനിൽക്കണമെങ്കിൽ അവർ സൗദി അറേബ്യയുടെ, നമ്മൾ ഈ പറയുന്ന പോയിന്റ് വളരെ ശ്രദ്ധിക്കുക, സൗദി അറേബ്യയുമായി ആരോഗ്യകരമായി ബന്ധത്തിലാവുകയും സൗദിയുടെ നേതൃത്വം ഇറാൻ അംഗീകരിച്ചുകൊണ്ട് അമേരിക്കയുമായി തുറന്ന ചർച്ച ചെയ്തുകൊണ്ട് ഈ അണുവായുധം നിർമ്മിക്കുന്നുള്ള പ്രക്രിയയിൽ നിന്ന് പിന്മാറി സൗദിയുമായി അതുപോലെ UAEയുമായി മറ്റ് സാമ്പത്തികമായിട്ട്
സെറ്റപ്പായി നിൽക്കുന്ന അറബി രാജ്യങ്ങളുമായി സൗഹൃദത്തിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇറാനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്ത അവസ്ഥയാണെങ്കിൽ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാൻ എന്നുള്ള രാജ്യം ഇന്ന് കാണുന്ന അവസ്ഥയിൽ നിലനിൽക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റുന്നത്. ഓക്കെ.